മാലയിട്ട് വ്രതം നോറ്റ് നഗ്നപാതരായി മലചവിട്ടി 18 പടിയും കടന്ന് അയ്യൻ്റെ തിരുനടയിലെത്തി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന വിശ്വാസികളായ ഹൈന്ദവർ ഈ മലരനെ എന്ത് വിളിക്കും? മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കും. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുന്നതാണ് ഈ പറയുന്നത്. ഹൈന്ദവരോടും അവരുടെ ദൈവ മതവിശ്വാസങ്ങളോടും അയ്യപ്പനോടും കൃഷ്ണനോടും രാമനോടും ഹനുമാനോടും എൻ്റെ മോന് ഇത്രയ്ക്ക് അസഹിഷ്ണുത എന്തുകൊണ്ടാണ്? ഇവൻ്റെ ഈ കുത്തിക്കഴപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മാവെടുത്താൽ സവർണനെന്നും അവർണനെന്നും ബ്രാഹ്മണനെന്നും ശൂദ്രനെന്നും ജാതീയത മാത്രം പറഞ്ഞ് അതിന് പ്രതിഫലമായി ആരിൽ നിന്നൊക്കെയോ വീണ് കിട്ടുന്നതും വാങ്ങി നക്കി സ്വന്തം സമുദായത്തെ പോലും വിറ്റ് ജീവിക്കുന്ന നികൃഷ്ട ജന്മം. ഇവൻ്റെ ഈ ചൊറിച്ചിൽ ഹിന്ദു ആരാധനാമൂർത്തികളോടും വിശ്വാസത്തോടും മാത്രമേ ഉള്ളൂ. മുസ്ലിം മതത്തോടും അവരുടെ ആരാധനയോടും വിശിഷ്യ മഹോന്നതരോടും ഇവനും വല്ലാത്ത ഇഷ്ടമാണ്, ബഹുമാനമാണ്, ഇവൻ്റെ ചങ്കാണ്. അവിടെ നിന്ന് കിട്ടുന്ന എല്ലിൻ കഷ്ണം ചാമ്പി ഹരം കയറുമ്പോൾ ഹിന്ദുവിൻ്റെ തോളിലോട്ട് കയറും. മഹാനായ അംബേദ്കർ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ നാറിയെ ചെരിപ്പൂരി അടിച്ചേനെ. കറുത്തവൻ്റെ ദൈവം, ബ്രാഹ്മണൻ അപഹരിച്ച ദൈവം എന്നൊക്കെ പുലമ്പിയപ്പോൾ ഹിന്ദുവെന്ന ജന്തു പ്രതികരിച്ചില്ല. അപ്പോൾ നേരെ ചാടി രാമൻ്റെ തോളിലേക്ക്. എന്നിട്ടും ഉണരാത്ത ഹിന്ദുവിനെ ഉണർത്താൻ ചാടി അയ്യൻ്റെ തലയിലേക്ക്. ഇവൻ്റെ ഈ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും. മാളികപ്പുറത്തെ പിന്നിൽ കുടിയിരുത്തിയതിൻ്റെ കാരണം മുന്നിലിരുന്നാൽ അയ്യപ്പസ്വാമിയുടെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ട് മാളികപ്പുറത്തെ പീഡിപ്പിക്കുമെന്നാണ് ഇവൻ്റെ ഭാഷ്യം. ഹൈന്ദവ വിശ്വാസങ്ങളെ, ആരാധനാ മൂർത്തികളെ, ആരാധനാ രീതികളെ ഒക്കെ വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ മതത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. പക്ഷേ അവയെ അധിക്ഷേപിക്കുവാനുള്ള അവകാശം ഒരു പട്ടിക്കാടനും തീരെഴുതി നൽകിയിട്ടില്ല. ജയ് ശ്രീറാം വിളിക്കാനും ശരണം വിളിക്കാനും ഹരേകൃഷ്ണ വിളിക്കാനും ഒരു പട്ടിക്കാടൻ്റെയും സർട്ടിഫിക്കറ്റ് ഹൈന്ദവന് ആവശ്യവുമില്ല. നിന്റെ ഈ കുഷ്ഠം പിടിച്ച മനസ്സും ചിന്തയും നീ ഇപ്പോൾ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കെതിരെ ഒന്ന് തിരിച്ചു നോക്കണം മലരെ. അപ്പോഴറിയാം നിന്റെ ഏത് അവയവമാണ് നിനക്ക് നഷ്ടമാകുന്നതെന്ന്. നീ ബ്രാഹ്മണിക്കൽ ഹെജുമണിയും അടിച്ചിങ്ങനെ നടന്നിട്ടും ശ്രീരാമനെ അധിക്ഷേപിച്ചിട്ടും ഹിന്ദുവിനെ മൊത്തത്തിൽ ആക്ഷേപിച്ചിട്ടും ഇപ്പോഴും 2 കാലിൽ നടക്കുന്നത് ഹിന്ദുക്കൾ മൊണ്ണയായതുകൊണ്ടല്ല, മറിച്ച് ഹിന്ദുവിൻ്റെ സഹിഷ്ണുതയാണ്. ദൈവത്തിൽ താല്പര്യമില്ലാത്ത ആളുകൾ ദൈവവിശ്വാസത്തെ വിമർശിക്കും. മതത്തിൽ താല്പര്യമില്ലാത്തവർ മതത്തെ വിമർശിക്കും. അത് ബഹുസ്വര ഭാരതത്തിൻ്റെ വർണ്ണമാണ്. പക്ഷെ നീ നടത്തുന്നത് വിമർശനമല്ല, അധിക്ഷേപമാണ്. അതിന് നിനക്ക് വേദി ഒരുക്കി തരുന്നവരുടെ മതത്തെ പ്രകീർത്തിക്കാനും മതസ്ഥാപകരെ പുകഴ്ത്താനും വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോകുന്നത് നിന്റെ വയറ്റിൽ പിഴപ്പ് എന്ന് കണ്ട് ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നതാണ്. നിനക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. കേരളത്തിലെടുത്ത കേസല്ലേ, നിനക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു വരാം. പേപ്പട്ടികൾ നൽകുന്ന എച്ചിൽ വാങ്ങി നീ നക്കിക്കോ, അതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങളുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ആരാധനാ മൂർത്തികളെ അധിക്ഷേപിച്ചാൽ പട്ടിക്കാട ഞങ്ങൾ പ്രതികരിക്കും. എന്തായാലും നിനക്ക് വെളിവുണ്ടാകാൻ ഞങ്ങൾ അയ്യനോട് പ്രാർത്ഥിക്കാം. ഉണ്ടായാൽ നിനക്ക് കൊള്ളാം.